നമസ്കാരം. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും ഇന്ന് 23 ജൂലൈ 2025 ഇന്ന് സമസ്തയുടെ മതപണ്ഡിതന്മാർക്ക് ഒരു മറുപടി കൊടുക്കാം എന്ന് കരുതി. അതിന് കാരണമുണ്ട്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇവർ പറയുന്നത് അങ്ങനെ കേട്ടിരുന്നാൽ മുഴുവൻ ശരിയാവില്ല. ഞാൻ സമസ്തയിലെ പണ്ഡിതന്മാരോട് ആദ്യമായിട്ടൊരു വാക്ക് ചോദിക്കട്ടെ. ഇവിടെ നമ്മുടെ നാട്ടിൽ ഏകദേശം 1965 ശേഷം നിരവധി വെള്ളപ്പൊക്കങ്ങൾ, ഉരുൾപൊട്ടലുകൾ, സുനാമി ദുരന്തം, പാകിസ്ഥാൻ ഉരുൾപൊട്ടൽ, മലപ്പുറം ജില്ലയിലെ ഉരുൾപൊട്ടൽ, ജപ്പാനിലെ ഉരുൾപൊട്ടൽ, അതുപോലെ തുർക്കിയിലെ ഭൂകമ്പം, കൊറോണ വൈറസ്, ഇത്തരം സാഹചര്യങ്ങളുണ്ടായിട്ട് മുസ്ലിം മതപണ്ഡിതന്മാർ ആരെങ്കിലും ഇതിന് ജനപക്ഷത്ത് നിന്ന് ഒരുപാട് നിരപരാധികളെ രക്ഷപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിൽ ഏതെങ്കിലും പണ്ഡിതൻ ഏതെങ്കിലും നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. മനസ്സിലായില്ലേ? കമ്മ്യൂണിസം നിങ്ങളുടെ പേരിൽ ചൈനക്കാരുണ്ടാക്കിയിട്ടുള്ള ഒരു കുതന്ത്ര ബുദ്ധി വന്നപ്പോൾ നിങ്ങൾക്ക് ദൈവം വേണ്ട, യാറം വേണ്ട, അമ്പലം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓടിയ ആളുകളാണ്. 250 പവൻ്റെ ആഭരണം കിട്ടണം സ്വർഗം കിട്ടാൻ. ആരെങ്കിലും നിങ്ങളെ പിന്നാലെ നടക്കുമോ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകിയാൽ പല കാര്യങ്ങളും നിങ്ങളിലുണ്ടാവും. അതിനാരെങ്കിലും ഒരാൾ നിങ്ങളുടെ പിന്നിൽ നിൽക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ നിൽക്കുമെന്ന്? ഒരു ബുദ്ധിയുള്ളവനും നിൽക്കില്ല. നിങ്ങളിപ്പോൾ എന്താ കാര്യമായിട്ട് ചെയ്യുന്നത്? കല്യാണം മുടക്കുക, നിരപരാധികളുടെ വീടടിച്ച് പൊളിക്കുക, ഒരു തൊഴിൽ സ്ഥാപനം കൊടുക്കാതിരിക്കുക, എന്നിട്ട് ഞങ്ങൾ ഔലിയാണ്, ഞങ്ങൾ പണ്ഡിതനാണ്, ഖുർആനിലൊന്നും കൂടിയതുമില്ല, കൂട്ടാനില്ല, കുറക്കാനില്ല, കടലിലെ വെള്ളം മഷിയായിട്ട് ഉപയോഗിച്ചാൽ ഇത് എഴുതിയാൽ തീരില്ല എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ 1-2 കാര്യം കൂടി ചിന്തിക്കണ്ടേ? 1960 അതായത് ഒരു 65 കൊല്ലം ബാക്കിലേക്ക് ചവിട്ടിയാൽ ഇവരെ എത്ര പേർക്ക് ഉടുക്കാൻ തുണിയുണ്ടായിരുന്നു? എന്താ ഈ ഖുർആൻ അന്ന് പരിപൂർണമായിട്ട് വന്നതല്ലേ, എന്നിട്ട് എന്തേ ഇവർക്ക് തുണി ഉണ്ടാവാതിരുന്നു? അത് മാത്രമല്ല, അവിടുന്ന് കീഴ്പ്പെട്ട് അന്ന് നമ്മൾ കർലാണക്കും കായായിരുന്നു കത്തിച്ചിരുന്നു. അതായത് വെളിച്ചം കാണണ്ടേ, അതിന് കർലാണക്കും കായ കത്തിച്ചിരുന്നു. തീപ്പെട്ടിയായിട്ട് ഉപയോഗിച്ചിരുന്നത് പഞ്ഞി കല്ലുമായിരുന്നു. മേടാൻ ഉപയോഗിച്ചിരുന്ന ഇരുമ്പിൻ്റെ മുട്ടിക്ക് പകരമുള്ളത് വലിയ കല്ല് വെച്ചിട്ട് ഈ കരിമ്പണ്ട തണ്ട് വളച്ച് പിടിച്ച് അതിൽ കെട്ടി വെച്ചിട്ട് അതിനെ കൊണ്ടുവരുന്ന അടിച്ചിരുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പണ്ഡിതന്മാർ? ഈ ഖുർആൻ വികസനം വന്നിട്ട് 1400 കൊല്ലമായി എന്നാണ്. ആയിക്കോട്ടെ, 1400 കൊല്ലമായി. ഇവിടെ ഈ മണ്ണുണ്ടായിട്ട് ഇവിടെ എൻ്റെ മടത്തല സ്വാമിയുടെ കണക്ക് അവിടെ താഴത്തൊരു അത്താണി ഇരിക്കുന്നുണ്ട്, കൊടലൂർ പ്രദേശത്ത് താഴത്ത്. അതുമ്പോൾ പോയിട്ട് നിങ്ങൾ ഡേറ്റ് ഒന്ന് പോയി നോക്കി. അന്നുണ്ടാക്കിയ ഡേറ്റ് എഴുതി വെച്ചാണ്. അന്നത്തെ കൃത്യ ഡേറ്റ് ആയിരിക്കില്ല അത് അവരിട്ട ഡേറ്റിന് പിന്നീട് അത് എഴുതി കുത്തി വന്ന് ശരിയാക്കിയതായിരിക്കും. ആ ഡേറ്റ് നിങ്ങളൊന്ന് നോക്കി. അത് ഏകദേശം 3500 വർഷം പഴക്കം ഈ പൊട്ടിയിരിക്കണ അത്താണിക്കുണ്ട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? 1400 അല്ല. അപ്പോൾ 1400 എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങോട്ട് വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. ഒരുപാട് ആളുകൾ നല്ല ചുറ്റുപാട്, നല്ല ഡ്രസ്സിടാൻ പഠിച്ചു, മറ്റുള്ളവനെ ഒരു പാത്രത്തിൽ നിന്ന് എല്ലാവരും കഴിക്കാൻ പഠിച്ചു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ട് മതപഠനം നല്ല രീതിയിലുള്ള കുറച്ച് പഠനം ആവശ്യമാണ്. അതിന് നിങ്ങളതാണ് ചെയ്യുന്നത്. ഇസ്ലാം എന്താണ് പണ്ഡിതന്മാരെ? എന്താ ഇസ്ലാം? എനിക്കറിയാനായിട്ട് ചോദിക്കാം. ഇസ്ലാം എന്താ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പിന്നിൽ തുടരാനുള്ളതാണ്. അത് തുടരാൻ എന്താണ് ഇപ്പോൾ ബുദ്ധിമുട്ട്? മുന്നിൽ നിൽക്കുന്നവൻ ബുദ്ധിയും ശുദ്ധിയും പ്രായപൂർത്തിയും ഉള്ളവനായിരിക്കണം. ബുദ്ധിയും ശുദ്ധിയും പ്രായപൂർത്തി. ഇനി ഒന്നും കൂടി കാര്യമുണ്ട്, മാനസിക രോഗി അല്ലാന്ന്. അതെങ്ങനെയെങ്കിലും പള്ളിയന്മാരെ തെളിയിക്കാൻ പറ്റും? നിങ്ങൾ ഏറുപാടിയിൽ നിരപരാധികളെ കൊണ്ടുപോയിട്ട് കയ്യും കാലും കെട്ടിട്ടിട്ട് നിങ്ങൾ അവരെ തീ കൊടുത്ത് കൊന്നതൊക്കെ നിങ്ങൾ മറന്നോ? ഇപ്പം മറ്റേ ചുറ്റുപാടിൽ വന്ന് പിന്നെ യമൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ ഈ തീരുമാനം പറഞ്ഞെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് തെറ്റാ. കാരണം ഇത് 2 പുറം ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെ. ആരെ?
ഈ ഇസ്ലാമിക ശരീരത്താരെ കൊണ്ട് നടക്കുന്നത് ഇതുപോലെ മണ്ടന്മാരുടെ കയ്യിലാണ്. യഥാർത്ഥക്കാരുടെ കയ്യിലെന്താ പോകാത്തത്? അതിൻ്റെ ഗ്രഹിച്ച് ചിന്തിച്ച് അതിൻ്റെ മുകളിൽ വാക്യങ്ങൾ എഴുതി വെച്ച അർത്ഥങ്ങൾ നിങ്ങളീ പറഞ്ഞതിനോട് സാമ്യമില്ലാത്ത വാക്കുകളാണ് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് മരുന്ന് ശരിക്ക് കൊള്ളക്കാർ തട്ടിപ്പ് നടത്തിയാൽ അത് ഇസ്ലാമിനൊന്നും ചെയ്യാൻ കഴിയില്ല. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ നടന്നു വരുന്ന കാര്യങ്ങൾ അതാണ്. ഇസ്ലാമിൽ പൈസ ഉള്ളവൻ എന്തെങ്കിലും ചെയ്താൽ ഇസ്ലാമിന് ഇസ്ലാമിൻ്റെ അനുകൂലമൊന്നുമല്ല, പുറത്താണ്. എന്നിട്ട് വല്ലതും ചെയ്തോ? ഈ മരുന്ന് തട്ടിപ്പ് ഏറ്റവും കൂടുതലുള്ളത് ലോകരാജ്യത്തുള്ള ഇംഗ്ലീഷ് മരുന്നാണ്. അവർക്ക് നേരെ ഒന്നൊരു വിരൽ ചൊടിക്കാൻ പോലും നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. ലോകത്തുള്ള മുഴുവൻ മുസ്ലിം പണ്ഡിതന്മാർ നിന്നാലും ഈ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു വിരൽ ചൊടിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. മനസ്സിലായില്ലേ? അത് കൊറോണ വൈറസിന് മനസ്സിലായില്ല. അപ്പോൾ അത് പിന്നെ ഇത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും വലിയ പിന്നെ യുദ്ധത്തിലൊക്കെ നേതൃത്വം നൽകിയുള്ള ഇറാൻ്റെ പ്രസിഡന്റ് എൻ്റെ ഒരു സലോട്ടിരിക്കട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിക്കുള്ളതാണ്. അതേ സ്ഥാനത്ത് ഇസ്ലാമിക ചരിത്രം അവരുടെ അടുത്ത് നോക്കിയാലും ഈ ഇംഗ്ലീഷ് മരുന്നിൻ്റെ അടിമയല്ലേ അവരും. അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം അത്രയും വലിയ കൊള്ളസംഘമാണ് അതിലുണ്ടാക്കുന്നത്. നമ്മളുടെ ജനിക്കാൻ പോകുന്ന ബീജത്തിലടക്കം ഈ സാധനം കുത്തിവെച്ചാണ് അവർ കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? പിഞ്ചു കുട്ടികൾ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് ഇത്ര ശതമാനം കുട്ടികൾക്ക് രോഗമുണ്ടാവണം എന്നുള്ള അണുക്കൾ ചേർത്തിട്ടാണ് പിന്നെ കുട്ടികളുടെ വാക്സിൻ അവർക്ക് കൊടുക്കുന്നത്. കുട്ടികളുടെ ഒരു വാക്സിൻ ഉണ്ടല്ലോ, അത് കൊടുക്കുന്നത്. അങ്ങനെ ഇങ്ങോട്ട് കീപ്പെട്ട് നിങ്ങളെ കൊണ്ട് ഒരു മൈലും ചെയ്യാൻ കഴിയില്ല പണ്ഡിതന്മാരോ. നിങ്ങൾക്ക് ഈ നാട്ടുകാരെ ഊമ്പലല്ലാണ്ട് ഈ പറ്റിക്കൽ, നിങ്ങളെ ഈ മഹാപാവം പിടിച്ച പെണ്ണുങ്ങളെ നുണ പറഞ്ഞ് പറ്റിക്കല്ലാണ്ട് പെണ്ണുങ്ങൾ മുഴുവൻ ഒരു നിരക്ക് അവരെ പണ്ഡിതന്മാർ പിന്നെ മണ്ടന്മാർ എന്ന് ഞാൻ പറയില്ല. അതിൽ ഒരു കാര്യം ഞാൻ പറയുന്നു, ഇന്ന് പ്രസവിക്കാൻ മുഴുവൻ പെണ്ണുങ്ങൾ വേണമെന്നൊന്നുമില്ല. തർക്കിച്ചാൽ ഏത് ആണുങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ മുമ്പ് പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാണ്, നിങ്ങളൊരു വീട്ടമ്മയാണ്, ദൈവമാണ്. ആ ഒരു കാര്യം മാറ്റി വയ്ക്കുക. അതിൽ ഞാൻ യാതൊരു തരത്തിലുള്ള ഇടപെടലും പെടുന്നില്ല. വീട്ടമ്മയാണ്, ദൈവമാണ്. അക്കാര്യത്തിന് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഞാൻ ചെയ്യുന്നില്ല, ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. മനസ്സിലായില്ലേ? ഇനി ബാക്കിയുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ്, അല്ലാന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ അവരെ ഈ ഒരു ഇരുട്ടിൻ്റെ മറിവിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ മുമ്പ് അയാൾ ചെയ്തു വെച്ച ഒട്ടനവധി കാര്യമുണ്ട്. ഈ നാട്ടിലെ വാഴക്കൃഷി, തേങ്ങക്കൃഷി, നെല്ലിൻ്റെ കൃഷി, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പൊയിഞ്ഞ് ഉണക്കിയിട്ട് കുത്തിയിട്ട് വിഴുങ്ങാൻ തരത്തിൽ കൊടുന്ന് വെച്ച ഒരു സമ്പ്രദായമുണ്ട്. അതിലേക്കും ഞാൻ കിടക്കുന്നില്ല. കിടക്കാമെന്ന് പറഞ്ഞാൽ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും കട്ട് തിന്നുന്ന വിഭാഗക്കാർ പറയുന്നതാണോ ന്യായം? ഈ കൃഷി ഒരു കാലത്ത് പിന്നെ നന്നായിട്ട് പണിയെടുത്തിരുന്ന ഒരാളാണ് ഞാൻ. അതിലെനിക്ക് ഒരു കാര്യം അതിലെനിക്ക് കുറവുണ്ട് കേട്ടോ. കാരണം ഈ കരിനോകം കെട്ടാൻ പറ്റില്ല. കരിനോകം കെട്ടാന്ന് പറഞ്ഞാൽ അത് വലിയൊരു സ്ഥലമാണ്. എനിക്കത് ഒരുപാട് തവണ എൻ്റെ ഒപ്പം എനിക്ക് കാണിച്ചു തന്നത് പറ്റില്ല. പൂട്ടി കെട്ടി തന്നാൽ ഞാൻ കന്നു മുട്ടും, അത്രയും പറ്റും. അതെന്നെ കൂലിയാർത്തുമ്പോൾ കയറിക്കാൻ പറ്റില്ല. ഈ രണ്ട് വിഷയത്തിൽ എനിക്ക് പോക്കാം. കാരണം അതെൻ്റെ ബുദ്ധിനെ വെക്കും. പക്ഷേ ഇതിലൊക്കെ പടച്ചോൻ കളിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും നോക്കണം. അതിന് ഇന്ന് ലോകത്തിന് ഏറ്റവും വേണ്ടുന്ന കറണ്ട്, മരുന്ന്, കറണ്ട് 3 സിസ്റ്റം, അത് മുഴുവൻ വെഹിക്കിൾ ഓടിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ അതിൽ വന്നു. എന്നോട് കളിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത. അവർ പിന്നെ അവസാനം പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ആ തരത്തിലായി. ഞാനൊന്നും ചെയ്യണമെന്നല്ല, എന്നോട് തർക്കുത്തരം വന്നിട്ട് നിങ്ങൾ ഒരാൾ ഒരുത്തിയിലും കൂടണ്ട, കൂടിയാൽ നിങ്ങളുടെ കസാല ഞാൻ തൊടില്ല, ഞാൻ അങ്ങോട്ട് വരികയേ ചെയ്യില്ല, എനിക്കത് വേണ്ട. പക്ഷേ എനിക്കൊരു കഴിവുണ്ട്. ഇത് ഞാൻ യമനികളുടെ അടുത്ത് പഠിച്ചതാണ്, ഒരു ചെറിയ കഴിവ്. ആ യമനികളുടെ അടുത്ത് പഠിച്ചതെന്ന് പറഞ്ഞാൽ 30 മാസം മക്കയിലുള്ള ഇസ്ലായിയ ജയിലിൽ ഉമ്മറക്ക് വന്നിട്ട് കൈക്കൂലി കൊടുത്തു എന്ന കേസിന് ഉള്ളിൽപ്പെട്ടിട്ടുള്ള, ഉമ്മറക്ക് വന്നിട്ട് കൈക്കൂലി കൊടുത്തു എന്ന കേസിന് എന്ന് വെച്ചാൽ പിന്നെ റഷ്വ, കൈക്കൂലി കുറ്റം കള്ളനാണ്. മനസ്സിലായില്ലേ? അവിടുത്തെ അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട്, അറബികൾക്ക് വിവരമില്ലാത്തത് കൊണ്ടും ഇസ്ലാമിക കോടതി അത് ലെവലില്ലാത്തത് കൊണ്ടും, മറ്റേ ഒരു കണക്കിൽ ആ ശിക്ഷ വളരെ നന്നായി കേട്ടോ, അതിനെ പറയണല്ലോ, ശിക്ഷ വളരെ നന്നായി. അറിവില്ലാത്തത് കൊണ്ടുമാണ് എന്നെ 2.5 മാസം അവിടെ പിടിച്ചിട്ട്. കാരണം തെറ്റ് ചെയ്യാത്തവരെ പിടിച്ചുവിടാൻ ഒരു കോടതിക്കും സാധിക്കില്ല. അതിന് നിങ്ങൾ വലിയ പഠിപ്പൊന്നും പഠിക്കണമെന്നില്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റും സാധിക്കില്ല തെറ്റ് ചെയ്യാത്തവരെ. മനസ്സിലായില്ലേ? അത് കൊണ്ടുപോയിട്ട് 2.5 മാസം 2.5 കൊല്ലം നിങ്ങൾ പിടിച്ചിട്ടെങ്കിൽ അതിൽ ഞാൻ വേറെ പഠിപ്പ് എനിക്ക് പഠിത്തം പഠിപ്പിക്കാനായിരുന്നു നട്ടിരുന്നു എന്നൊരു കാര്യം നിങ്ങൾ മറക്കണ്ട. അതാണ് കാര്യം. അതിലാണ് ഇപ്പം ഞാനും നിങ്ങളും കൂടി നിലകൊള്ളുന്നത്. ഒരിക്കലും നിങ്ങൾ
ഈ മറ്റുള്ളവൻ്റെ കല്യാണം മുടക്കാനും വീടടിച്ച് പൊളിക്കാനും തൊഴിൽ സ്ഥാപനം മുടക്കാനും എന്ന് നിങ്ങൾ ഇറങ്ങിയോ അന്ന് നിങ്ങളുടെ നശിച്ച കാലമായി. വിനായകാലേ വിപരീത ബുദ്ധി എന്ന ഭാഗമുണ്ടല്ലോ, അതിലാണ് ഇപ്പോൾ ഉള്ളത്. യമനിൽ മറ്റാ പെണ്ണ് പിന്നെ നമ്മുടെ തകരാറിൽ വന്നിട്ടുള്ളതിൻ്റെ കാരണം അത് ഇംഗ്ലീഷ് മരുന്നിൻ്റെ പാൾട്ടാണ്. ആ പാൾട്ടിന് അവളെ ശിക്ഷിക്കാൻ അവിടെ ഇപ്പോൾ ഇതുവരെ ഞാൻ കേട്ട നിയമത്തിൽ പാകില്ല. കാരണം ആ നിയമം അത് അങ്ങനെ വരുന്നത്. അതേ സ്ഥാനത്ത് പിന്നെ അതിൻ്റെ ഏത് ഭാഗമാണ് പിന്നെ അവൾക്കുള്ളത് എനിക്ക് നോക്കിയിട്ട് ഭാഗങ്ങളൊന്നും കിട്ടിയില്ല. കാരണം നിങ്ങൾക്ക് അറിയാത്ത ചില ഭാഗങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ആഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ സ്വയമേധ നമുക്ക് ചെയ്യേണ്ട ചില വിഷയങ്ങളാണ്, നിങ്ങൾക്ക് അറിയാത്ത ചില വിഷയങ്ങളാണ്. നമ്മുടെ ഹിന്ദു മതക്കാരുടെ ബോഡി ഒരുപാട് കാലമായിട്ട് കത്തിച്ച് കളയണം. ഈ കത്തിച്ച് കളയുന്നതിൽ അവിടെ കൊണ്ടുപോയിട്ട് ഈ സ്ഥലത്ത് കൊടുത്താൽ ധൃതിയുള്ളവർക്ക് അവിടുന്ന് എല്ലും കഷ്ണം പെറുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു അവരുടെ ഒരു വലിയ കർമ്മമാണ്. ഞാൻ അതിനൊന്നും എതിര് പറയുന്നില്ല, അതൊന്നും എൻ്റെ പരിധിയിൽ പെടുന്നതല്ല. കുറച്ച് കൊടുക്കും. പക്ഷേ ഈ കൊടുക്കുന്ന ആളുകൾക്ക് അവർക്ക് കൊടുക്കുന്ന അവരുടെ അടുത്തുള്ളൊരു കള്ളത്തരം പറയാം. അതായത് നിങ്ങളുടെ യഥാർത്ഥ അവകാശിയെ പിന്നെ ദഹിപ്പിച്ചതിൻ്റെ അസ്ഥി അല്ല കൊടുക്കുന്നത്, അവിടുന്ന് കുറച്ചെടുത്ത് കൊടുക്കുന്ന ഇത് റേഷൻ പീടികയിലെ അരിയാണെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ അതിൽ ഈ ചില ഭാഗങ്ങൾ കത്തി തീരാത്ത സാധനങ്ങളൊക്കെ രണ്ടാമത് ഇവർ വെട്ടി നുറുക്കിയിട്ട് പിന്നെ ഇട്ട് കത്തിക്കുന്നുണ്ട്, കത്തിച്ച് കളയാൻ. ആ സ്ഥിതിയും കൂടി യമനിൽ രാഷ്ട്രപതിമാർ പരിഗണിക്കണം. കാരണം ഇതിങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. ഇങ്ങനെ ചെയ്യാത്ത ചില ഭാഗങ്ങൾ നമ്മുടെ പിന്നെ ഉത്തരേന്ത്യയിലെ ചില പുഴയിലുണ്ട്. അവിടെ മശാനങ്ങളിൽ ദഹിക്കാത്ത കുറച്ച് വിറക് വെച്ച് കത്തിക്കും, അതിൽ മുഴുവനായില്ലെങ്കിൽ ശരി ബാക്കി തോണ്ടിയിട്ട് ആ പുഴയിലേക്ക് എടുത്തും. അങ്ങനെ ഒരു നദി കിടക്കുന്നുണ്ട് അവിടെ. അതുപോലെ ഉള്ള ഒരു സംവിധാനത്തിൻ്റെ മറവിൽ ഇതൊന്നും കണക്കൂട്ടിയിട്ട് കാര്യമില്ല. ഈ പണി മരുന്ന് ചെയ്തത് ഇംഗ്ലീഷ് മരുന്ന് കമ്പനിയാണ്. അവരെടുത്താണ് ഈ താറാണ്. അതിൽ പിന്നെ നിരവധി കാരണങ്ങൾ പറയാനുണ്ട്. കാച്ചി ഉരുക്കുണ്ടാക്കിയിട്ടുള്ള കഷായങ്ങൾ പിന്നെ 6 മാസത്തിൽ കൂടുതൽ എടുത്തു വെച്ചാൽ അത് പിന്നെ കഷായമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പുറമെ തേക്കണ ഏതെങ്കിലും മരുന്നിന് ഉപയോഗിക്കാൻ പറ്റും, അത് വേറെ കാര്യം. മറ്റുള്ളതിനൊന്നും അത് കഴിയില്ല. ഇനി അതിൽ കഴിയുന്നൊരു ചുറ്റുപാട് അതിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി പിന്നെ അത് തിളപ്പിച്ച് ചൂടാക്കി ആറിയതിൻ്റെ ശേഷം പച്ചവെള്ളം ചേർക്കണം. അപ്പോഴേ അത് പിന്നെ മരുന്നാവുള്ളൂ. ഇതാണ് അതിൻ്റെ മിസ്റ്റേക്ക്. മനസ്സിലായില്ലേ? ഈ മിസ്റ്റേക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കേൾക്കേണ്ട ഒരു സ്ഥിതിയാണ്. ഇന്ന് മൗലവിമാരെ നിങ്ങളുടെ ശരീരത്തിൽ, പണ്ഡിതന്മാരെ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങൾ പാണക്കാട് തങ്ങളായാലും വേണ്ട, അമേരിക്കയിൽ തങ്ങളായാലും വേണ്ട, ജോർജ് ബുഷ് ആയാലും വേണ്ട, ട്രംപ് ആയാലും തിരക്കുള്ള ഈ വിരലൊന്ന് ചൂണ്ടിയിട്ട് നിൽക്കട അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഞരമ്പ് പിന്നെ ചലിക്കില്ല. മനസ്സിലായോ? ഒരു വൈദ്യൻ്റെ കടമ അങ്ങനെയാണ്. ഒരു വൈദ്യൻ, നിങ്ങൾ കണ്ട വൈദ്യനല്ല, ഇപ്പോൾ കോട്ടക്കൽ കുറേ വൈദ്യന്മാരുണ്ട്. അതിൻ്റെ പരിസരത്തുള്ളവർക്കൊക്കെ ക്യാൻസറിന് മരുന്ന് കൊടുത്തിട്ട് ശരീരമൊക്കെ തുടച്ച് പിന്നെ ചുവന്ന കളറായി വേദനയും കൊണ്ട് പുളകം കൊള്ളുന്ന ഒരുപാട് ആളുകൾ അവിടുന്ന് ഇതിന് മുമ്പ് മരിച്ചിട്ടുണ്ട്, ഇപ്പോഴും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടൊന്നും വരി ഫ്രീ കൊടുക്കൽ നിർത്തുന്നില്ല, ഈ തട്ടിപ്പ് വരെ നിർത്തുന്നില്ല. കോട്ടക്കൽ വിംസ് ആശുപത്രിയിലേക്ക് കയറിയവരൊക്കെ പിറ്റേ ദിവസം രാവിലെ മയ്യത്തായിട്ട് ഇറങ്ങി വരും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പാക്കേജാണ്. അതായത് ഇപ്പോൾ ഇന്ന് പിന്നെ VSൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലേക്ക് എത്തും. VSനെ MLA സ്ഥാനത്തേക്ക് ഒരുപാട് പാർട്ടി ഓഫീസുകൾ കയറി നടന്ന് അനാവശ്യം പറഞ്ഞതിൻ്റെ ഫലമാണ്. എനിക്ക് വ്യക്തിവിരോധം ഒരു രാഷ്ട്രീയക്കാരനോടുമില്ല, മനസ്സിലായില്ലേ? അത് വ്യക്തിവിരോധം ഞാൻ തീർക്കാറില്ല. എനിക്ക് കഴിയാവുന്ന ചെയ്തു കൊടുക്കും. എനിക്ക് നല്ലതാണെന്ന് തോന്നിയാൽ ഞാനത് ചെയ്യും. എനിക്കങ്ങനെ ഒരു പണിയുണ്ട്. ആ പണിയിലാണ് അന്ന് EMSനെ ആദ്യമായിട്ട് MLA ആക്കാമെന്ന് പറഞ്ഞിട്ട് 4 പേരെ, ആകെ 4 പേരെ പുറത്തേക്ക് ഇറക്കി ഒരു ചുവന്ന തുണിയും കെട്ടിയിട്ട്, ഒരു ചീമക്കൊന്നര കൊമ്പിൻ്റെ മുകളിൽ ഒരു ചുവന്ന തുണിക്കഷ്ണം, ഒരു വാലുള്ള ഒരു ചുവന്ന തുണിക്കഷ്ണം കെട്ടിയിട്ട് പുറത്തേക്ക് ഇട്ടു. VSA സിന്ദാബ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം പിന്നാലെ. ലക്ഷം അല്ല, ലക്ഷം കെട്ടോല പിന്നാലെ. അവർ 4 മാസം കഴിയുമ്പോൾ 30 ലക്ഷം ആളുകൾ ബാൻഡ് സെറ്റ്, ചുവന്ന ട്രൗസറും കുപ്പായൊക്കെ ഇട്ടിട്ട്, കാക്കി ഫാൻറ്റും ചുവന്ന ട്രൗസറൊക്കെ ഇട്ടിട്ട്, മനസ്സിലായോ? ഇത് നിൽക്കുമ്പോൾ ഞാൻ നാദാപുരം അങ്ങാടിയിൽ പിന്നെ നമ്മുടെ ദർഗൻ്റെ ഓപ്പോസിറ്റിൽ ഇരുന്നിട്ട് പോത്തിറച്ചിയും ചായയും കുടിക്കേണ്ട ഒരു പണിയുണ്ട് എനിക്ക്. എൻ്റെ ഓരോ സമയത്തും ഓരോ ദൃഷ്ടാന്തങ്ങളാണ്, മനസ്സിലായില്ലേ? അന്ന് ഞാൻ വെലങ്ങാടി ജലവൈദ്യുതിൻ്റെ മുകളിൽ നിങ്ങൾ ഉദ്ദേശിച്ചു കൊടുത്ത എല്ലാ കാര്യങ്ങൾ അതിലൊക്കെ ഒരുപാട് ദൂരെയാണ്. പല മേഖലയിലും കയറി ഇറങ്ങിയാണ് ഞാനിതാ ഇവിടെ ഇരിക്കുന്നത്. അല്ലാണ്ട് ചുറ്റുപാടല്ല. നിങ്ങൾ വായിക്ക് ആദ്യം സീല് വെക്കണം പണ്ഡിതന്മാർ.
നിങ്ങളുടെ നേതാക്കന്മാരെ വായ സീൽ വെക്കണം. ഞാൻ ഒരു കാര്യം കൂടി ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ. ലീഗിന് മുസ്ലിം ആളുകൾക്ക് ഇവിടെ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള മുഖ്യമന്ത്രിമാർക്കൊന്നും ഇവിടെ ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് അറിവില്ല. അതിന് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് വളരെ നിസ്സാര ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? ഒരുപാട് അപകടങ്ങൾ വരുമ്പോൾ നമ്മളുടെ ഇടയിൽ ഒരുത്തന്നെ അപകടം വന്നാൽ എന്നുള്ളത് കൈയടിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. അവനക്ക് കയ്യിൽ നിന്ന് ഒരു സഹായം ചെയ്തു കൊടുക്കണം. സഹായം എങ്ങനെ ചെയ്യണം? അവനെ ആദ്യം ഒന്ന് കരക്കെത്തിക്കണം. പിന്നെ ഗവൺമെൻറ് സംവിധാനം അവനെ ആശ്വസിപ്പിക്കുക എന്നതാണ്. അതായത് അവൻ എന്തൊക്കെ നഷ്ടപ്പെട്ടതെന്ന് നോക്കി അതിന് പകരം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. മനസ്സിലായില്ലേ? അങ്ങനെ ഏതെങ്കിലും അപകടത്തിൽ ആർക്കെങ്കിലും പിരിച്ച പൈസ ഈ കോൺഗ്രസ്സുകാർ കൊടുത്തിട്ടുണ്ടോ, ലീഗുകാർ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ശരിയാക്കിയിട്ടുണ്ടോ? അപ്പോൾ അവസാനം നമുക്ക് ദുരന്തം ഉണ്ടായത് വയനാട്ടിലെ വലിയ ദുരന്തമാണ്. അവർ നമ്മുടെ സമൂഹമല്ലേ, നമ്മുടെ കൂടപ്പുറപ്പുകളല്ലേ. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്തോ? എന്തെങ്കിലും അതിനെ ഒന്ന് ശബ്ദിച്ചോ? മലപ്പുറം ജില്ലയിൽ 4 മല ഒരുങ്ങി പോയിട്ട് ഒരു മലയുടെ ഭാഗത്ത് മാത്രം ഉണ്ടായി. ബാക്കിയുള്ളവരെന്താ മനുഷ്യരല്ലേ? ഞാൻ മലപ്പുറം ജില്ലക്കാരെ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പേ കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പാടെ എൻ്റെ നേരെ ചൂരി പിടിച്ചിട്ട് വന്നു. നിങ്ങൾ ഒന്നാലോചിക്കണം. ഞാൻ പറയുന്നത് സത്യമല്ല എന്നൊരു വാക്ക് നിങ്ങൾ പറയണം. സത്യം അല്ല എന്ന് നിങ്ങൾ പറയണം. അതിന് നിങ്ങൾക്ക് ഇസത്തെവിടെ? ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കയ്യിൽ ഉള്ളതൊക്കെ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയാണ്. ഇങ്ങനെ പറയാനുള്ള ഒരു നട്ടല് നിങ്ങൾക്ക് ഉണ്ടോ നോക്കി. നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ആരെങ്കിലും കട്ട മുതലായിരിക്കും. നിങ്ങൾ കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞൊന്നും മൂളിയാലൊന്നും ഇതിൻ്റെ കാര്യങ്ങൾ പോവില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടുത്തെ മതങ്ങൾ പഠിപ്പിക്കാം, പക്ഷേ അത് അതിൻ്റെ രീതിയിലായിരിക്കണം. നിങ്ങളെ തോന്നിയാസം പഠിപ്പിക്കാനുള്ളതൊന്നുമല്ല മതം. മനസ്സിലായില്ലേ? ദുആ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടണം. ദുആ ചെയ്താൽ ഉത്തരം കിട്ടണം. ഈ 1000 കോടി രൂപ കോൺഗ്രസ്സുകാർ പിരിച്ചിട്ട് 1 രൂപ ഒരു വീട് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുത്തില്ല. പല തവണ ഇതിൻ്റെ മുമ്പ് ലീഗരൊക്കെ പിരിച്ചിരുന്നു. പല തവണ കുഞ്ഞാലിക്കുട്ടിയൊക്കെ നിരവധി തവണ പിരിച്ചിട്ട് 1 ഉറുപ്പ്യ നാട്ടുകാർക്ക് കിട്ടിയില്ല. നാട്ടുകാർക്കെന്നല്ല, അതിന് ബന്ധപ്പെട്ടവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ CPM-നും കിട്ടിയില്ല. ഇതൊക്കെ ജനം ഇരുന്ന് കാണുന്നുണ്ട്. ജനം കയ്യടി കാണുന്നുണ്ട്. ജനങ്ങളുടെ കയ്യടിക്ക് മുമ്പിൽ ഞാൻ ഇത്തവണ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവരോട്. എന്നെ നിങ്ങൾ കൈ പൊന്തിച്ച് മുഖ്യമന്ത്രി ആക്കിയാൽ, ഇപ്പം ഞാൻ നേരത്തെ കറണ്ടും ഒരുപാട് കാര്യങ്ങൾ ഉൾനാടുകളിലെ ബസ് റൂട്ട് പിന്നെ റോഡുകൾ മറ്റുള്ളതിനൊക്കെ ഞാൻ ശുപാർശ ചെയ്ത് എൻ്റെ ഫയലൊക്കെ രാഷ്ട്രപതിയുടെ ഓഫീസിൽ കിടക്കുക. അന്നത്തെ മുഖ്യമന്ത്രിമാരുടെ ഓഫീസിൽ കിടക്കുകയാണ്. മനസ്സിലായില്ലേ? കെ മുരളീധരൻ വൈദ്യുതി മന്ത്രി താൽക്കാലികമായിട്ട് ഒപ്പിട്ടത് എൻ്റെ ഫയലിലാണ്. അത് മുരളീധരൻ്റെ നാട്ടിലാണ് സംവിധാനം. മുരളീധരനെ ഞാനെന്ന് സ്മരിക്കുന്നു. അതിലൊരു ചുറ്റുപാടിലല്ല. AB ബാജുബോയിയെ കൊണ്ടുവരാൻ പിന്നെ ചുംബന സമരം കൊടുത്തത് ഞാനാ. മനസ്സിലായതൊക്കെ ഇത്രയും, അതായത് അന്നൊരു ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും കൊടുത്തിട്ടായിരുന്നു ഈ പണിയൊക്കെ ചെയ്ത്. അങ്ങനെ ഞാൻ അവസരത്തിനനുസരിച്ച് പണിയൊക്കെ. ഇപ്പം ജനങ്ങളോട് ഞാൻ പറയാണ്, ഞാൻ ഇങ്ങനെ നിങ്ങൾ കേരളത്തിൻ്റെ 2026 മുഖ്യമന്ത്രിയാക്കി തിരഞ്ഞെടുത്താൽ അതേ കൈ വന്നിച്ച് വോട്ട് ചെയ്യണം. ബാലറ്റ് പേപ്പറിൽ കൂടെ ഞാൻ വരില്ല. എനിക്കതിൽ വിശ്വാസമില്ല. കാരണം 5000 മുമ്പ് മരിച്ചുപോയ ആളുകൾ വോട്ട് ചെയ്യുന്നതൊന്നും എനിക്ക് വേണ്ട. അതുപോലെ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വോട്ടും എനിക്ക് വേണ്ട. എന്താണിത് ഇങ്ങനെ പറയാനുള്ള കാരണം നിങ്ങൾ വ്യക്തമായി ബാക്കിയുള്ളവരെ കെട്ടിയിട്ട് രംഗത്തായെങ്കിലുമായി ഇവരുടെ വോട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഇവർ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം ഇവിടെ ഉദ്യോഗസ്ഥന്മാർ പിന്നെ ഒരു 5% റവന്യൂ ഉദ്യോഗസ്ഥരും ഒരു 30% പോലീസുകാരിലും ഉണ്ട്. ഫയർഫോഴ്സുകാരെ ഒരു കാര്യം ഞാൻ പറയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് 100%ആണ്. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മളുടെ ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ ഈ പണ്ഡിതന്മാർക്ക് ഇതുവരെ സാധിച്ചില്ല, ഇനി സാധിക്കുകയുമില്ല. കാരണം ഇവർ നക്കുക മുക്കുക പൊക്കുക എന്നത് മാത്രമാണ് പണ്ഡിതന്മാർ. ഇവരെ ഇസ്ലാമിക പണ്ഡിതന്മാരല്ല, പൂറ്റിലെ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. കാരണം അവരെ എന്നോട് പെരുമാറിയതിൻ്റെ സ്ഥലം ഞാൻ നാട് നീളം നടന്ന് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ. കാരണം റസൂലിൻ്റെ ജന്മദിനം കൊണ്ട് നടക്കുമ്പോൾ ഒന്നാമത് ചെയ്യുന്നതേ വേസ്റ്റ്. ഞങ്ങൾ പുറത്തൊക്കെ പോയാൽ ഞങ്ങളെ വന്നവരാക്കി തീർക്കുവർ. എന്നിട്ട് ആ വന്നവർക്ക് ഇന്ന് നാദാപുരം മണ്ഡലത്തിലുള്ള ആളുകളോട് തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞു. വന്നവരാക്കി തീർത്തപ്പോൾ നിങ്ങളെ പല സംവിധാനം നമുക്ക് കൂടുന്നതിൽ നിങ്ങൾ ഉൾപ്പെട്ട് ഉപയോഗിക്കേണ്ടി വന്നു. അത് മാത്രമല്ല, അവിടെ നിന്നില്ല. ഇസ്ലാം ഇതൊന്നുമല്ല. പേരോട് അബ്ദുറഹ്മാൻ ഭരണ മഹിലിയർ നല്ല ഭരണം ഇവിടെ ഉണ്ടെങ്കിൽ അയാളുടെ മക്കളെ പോലും വധശിക്ഷ നടപ്പാക്കും. ശരിക്കും ഓർത്തോ?
നല്ല ഭരണം ഇവിടെ ഉണ്ടെങ്കിൽ. കാരണം അത്ര തമ്മാടിത്തരം അയാൾ പറയുന്നത്, മനസ്സിലായില്ലേ? പണ്ഡിതന്മാർക്ക് യോഗ്യത വേണമെങ്കിൽ അത് അങ്ങനെ ചെയ്യണം. പിന്നെ ഒമാനിലുള്ള കാര്യം, പിന്നെ ഇംഗ്ലീഷ് മരുന്നേറെ തട്ടിപ്പിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനൊന്നും നമുക്ക് സാധിക്കില്ല. നിയമം എനിക്കനുസരിച്ചിരിക്കില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിയമം എനിക്കനുസരിച്ചിരിക്കില്ല. എനിക്കനുസരിച്ചിട്ട് ഞാനിരുന്നാൽ മാത്രമേ അവിടെ നിയമം ഇരിക്കൂ. ഞാൻ ഇവിടെ നിന്നാണ് നീച്ച് പോയി ഒരു 100 പേരെയാണ് കൊന്ന, എന്നിട്ട് നിയമം എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതിന് തെളിവുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അതല്ല അതിൻ്റെ കാര്യം. തെറ്റാണ്. തെറ്റാണ് പണ്ഡിതന്മാരെ. അത് നിങ്ങൾ കാണണം. അസ്സലാമു അലൈക്കും. ഇന്ന് 20 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം.